സിറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇപ്പോൾ നടക്കുന്ന ചില വൈകാരികമായ ഒഴിവാക്കാമായിരുന്ന ചില സംഭവവികാസങ്ങൾ, ഡിസംബർ ആദ്യവാരം മുതൽ തുടരുന്ന ആ ഒരു വിശ്വാസികളുടെ പ്രാർത്ഥനാ സമരം, യുവജനങ്ങൾ ഇപ്പോൾ തന്നെ സഭയിൽ നിന്നും അകന്നുകൊണ്ടേയിരിക്കുകയാണ്. വിദേശങ്ങളിൽ അവർ ലത്തീൻ സഭയിലോ മറ്റോ ഇടവക അംഗമായി ചേരാൻ ഇപ്പോൾ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലരും മാറിക്കഴിഞ്ഞു. കേരളത്തിലോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പലരും ഏകീകൃത കുർബാന അർപ്പണം തങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകില്ല ഈ ഇടവകയിൽ നിന്നാൽ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരൊക്കെ വിവരവും വിവേകവുമുള്ളവർ പലതവണ വൈദിക അധികാരികളെയൊക്കെ ഉപദേശിച്ച് നോക്കി, അഭ്യർത്ഥിച്ച് നോക്കി, നടക്കുന്നില്ല. ഇപ്പോൾ ഒരു വിശ്വാസി, പലരും അങ്ങനെ അപേക്ഷിച്ചിട്ടുണ്ട്, ഇതിലൊരു വിശ്വാസി, കടുത്തൊരു വിശ്വാസിയാണ്, അദ്ദേഹം തൻ്റെ എറണാകുളം അതിരൂപതയിലെ തൻ്റെ ഇടവകയിൽ നിന്നും ഒരു മാറ്റം വാങ്ങുന്നതിന് വേണ്ടി ഒന്ന് അപേക്ഷിച്ചിരിക്കുകയാണ്. ആ അപേക്ഷ ഫോർമാറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്: സിറോ മലബാർ സഭയിലെ ഒരു അൽമായൻ്റെ വേദന നിറഞ്ഞ അപേക്ഷയാണ്. അതിരൂപതയിലെ തൻ്റെ ഇടവകയിൽ നിന്നും സീറോ മലങ്കരയിലേക്ക് അംഗത്വം മാറ്റുന്നതിന് അപേക്ഷ നൽകിയിരിക്കുകയാണ് ആ അൽമായൻ. ഇതാണ് എറണാകുളം രൂപതയിലെ അവസ്ഥയെങ്കിൽ നിരവധി പേർ സഭ വിട്ടുപോയി എന്നാണ്, മറ്റ് സഭകളിലേക്ക് പോയി അംഗത്വം എടുക്കുന്നു എന്നാണ് ഇപ്പോൾ വളരെ ഭയപ്പെടുത്തുന്ന ഒരവസ്ഥ. അഭിവന്ദ്യ പിതാവേ, ആ കത്തിങ്ങനെയാണ്: സിറോ മലബാർ സഭയിലെ കുറേ അപേക്ഷകൾ തലവനും മിക്ക മെത്രാന്മാരും ഏറെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് പല നിയമങ്ങൾക്കും ധാർമ്മികതയ്ക്കും പരിശുദ്ധ ആത്മാവിനും എതിരായുള്ളതാണ്. ഇങ്ങനെയുള്ള സഭയിൽ തുടർന്നാൽ എൻ്റെ ആത്മനാശം സംഭവിക്കാമെന്ന് ഞാൻ ഭയപ്പെടുന്നു. കൂടാതെ ഇവയിൽ ഇടപെടുന്നത് എന്നിലെ ആത്മീയതയെ മോശമായി ബാധിക്കുകയും ചെയ്യുന്നു. ഇടപെടാതെ ഇരിക്കുന്നത് ധാർമ്മികമായി എനിക്ക് ശരിയാണെന്ന് തോന്നുന്നുമില്ല. അതിനാൽ കാനോനിക നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് സിറോ മലങ്കര സഭയിലെ തിരുവല്ല അതിരൂപതയിലെ അമിച്ചക്കരി ഇടവകയിലേക്ക് എൻ്റെ അംഗത്വം മാറ്റുന്നതിനുള്ള അനുവാദം വേണം. അവിടെ ചേരുന്നതിന് തടസ്സം സൃഷ്ടിക്കരുതെന്നും താഴ്മയെ അപേക്ഷിച്ചുകൊള്ളുന്നു. എൻ്റെ ഭാര്യ, 10 വയസ്സുള്ള മകൾ, എൻ്റെ മാതാപിതാക്കൾ എന്നിവർ സിറോ മലബാർ സഭയിൽ തന്നെ തുടരും എന്നാണ് അവരുടെ തീരുമാനം. അവർ സിറോ മലബാർ സഭയിലെ തീവ്ര അപജയങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അവർക്ക് മനസ്സിലാക്കുവാൻ ഞാൻ ഗൗരവമായ ശ്രമങ്ങൾ നടത്തിയിട്ടുമില്ല. അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെടുന്നുമില്ല. എൻ്റെ തീരുമാനം ഞങ്ങളുടെ കുടുംബത്തെ ബാധിക്കുകയുമില്ല. തുടർന്നും സഭയുടെ എല്ലാ സഭാപരമായ കാര്യങ്ങൾക്കും ഞാൻ പിന്തുണ നൽകും. ഇടവകയിലെ പദവികളെല്ലാം ഞാൻ രാജിവെക്കുന്നു. സിറോ മലബാർ സെമിത്തേരിയിൽ ഭാവിയിൽ എന്നെ അടക്കം ചെയ്യുന്നതിന് സിറോ മലങ്കര വൈദികർക്ക് തടസ്സമുണ്ടാകില്ല എന്ന് കരുതട്ടെ. എൻ്റെ മകളുടെ ഭാവി കൂതാശകളും അവൾ ഏത് റീത്തിൽ അംഗമായിരിക്കുന്നോ അവിടുന്ന് സ്വീകരിക്കുന്നതിനും ഒരു തടസ്സവുമില്ലെന്ന് വിശ്വസിക്കട്ടെ. പിതാവിൻ്റെ അനുവാദം എത്രയും വേഗം നൽകണമെന്നാണ് അപേക്ഷിക്കുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ സിറോ മലബാർ സഭയിലെ ഓരോ യഥാർത്ഥ അൽമായനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. തലപ്പത്തിരിക്കുന്ന വൈദികരുടെ കടുംപിടുത്തം കാരണം യഥാർത്ഥ വിശ്വാസികൾക്ക് അവർക്ക് മനസമാധാനമായി സ്വസ്ഥതയോടെ കുർബാന അർപ്പിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതി സംജാതമാകുമ്പോൾ മറ്റ് സഭകളിലേക്ക് അവർ ചേക്കേറാൻ തയ്യാറാകുകയാണ്. അതിപ്പോൾ ലത്തീൻ സഭയായാലും മറ്റ് സഭകളായാലും മലങ്കര സഭയായാലും അവർക്ക് മനസമാധാനത്തോടെ ഇടവകയിൽ വന്ന് കുർബാനയെങ്കിലും കൊള്ളണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇത്തരമൊരവസ്ഥയ്ക്ക് ഇനിയെങ്കിലും വഴിയൊരുക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു.